ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെച്ചാൽ 10K അകത്ത് വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 5 ഫോൺസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ടോപ്പ് 5 ഞാൻ പറയാനായിട്ട് പോകുന്ന ഫോണാണ് പോക്കോൻ്റെ MT5. അപ്പം 8GB റാം 128GB റോമാണ്. റോമിൻ്റെ വേരിയൻ്റാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ കൂടിയ വേരിയൻറ്റിൽ കുറച്ചും കൂടെ പ്രൈസ് കൂടും. അപ്പം ആ ഒരു കുറഞ്ഞ വേരിയൻ്റ് ആകുമ്പോഴാണ് നമുക്ക് 10Kൻ്റെ അകത്ത് നമുക്ക് കിട്ടണത്. ഇപ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 ആണ് ഇരിക്കുന്ന പ്രോസസ്സറായിട്ട്. പിന്നെ 6.88 ഇഞ്ചിൻ്റെ HD+ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേയാണ് വരുന്നത്. പിന്നെ അതോടൊപ്പം 50 മെഗാപിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ 5160 mAh ബാറ്ററിയാണ് വരുന്നത്. IP52 പ്രൊട്ടക്ഷൻ കാര്യങ്ങളുണ്ട്. ഷൗമി ഹൈപ്പർ OS ആണ് ഇരിക്കുന്നത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും അതോടൊപ്പം 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോപ്പ് 4 വരുന്നത് പോക്കോ M6 ആണ് വരുന്നത്. അത് 6GB റാം 128GB റോമിൻ്റെ വേരിയൻ്റാണ്. സെയിം പ്രോസസ്സർ തന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആണ് ഇരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ക്യാമറ വരുന്നത് 108 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും പിന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും കൂടെ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 13 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ബാറ്ററി സൈഡിൽ 5030 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ സൈഡ് ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. പിന്നെ IR ബ്ലാസ്റ്ററിൻ്റെ പരിപാടിയുണ്ട്. പിന്നെ IP53 സപ്പോർട്ടും ഉണ്ട്. ടോപ്പ് 3 ഞാൻ പറയാനായിട്ട് പോകുന്നത് സാംസങ് ഗാലക്സി F06 ആണ്. 4GB റാം 128GB റോമുമാണ് വരുന്നത്. ഡൈമൻസിറ്റി 6300 ആണ് പ്രോസസ്സർ വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ ക്യാമറ പ്ലസ് 2 മെഗാപിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. 6.7 ഇഞ്ചിൻ്റെ TLX LCD ഡിസ്പ്ലേയാണ് വരുന്നത്. 5000 mAh ബാറ്ററി, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് ടോപ്പ് 2 വരുന്ന ഫോണാണ്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രീമിയം ലെവലായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ അവർക്ക് പെർഫോമൻസും കുറച്ചും കൂടെ ഇൻക്രീസ് ആണ്. പിന്നെ പ്രൈസ് ചെറുതായിട്ട് 10,000 ചെറുതായിട്ട് കൂടുതലാണ്. ഇപ്പം ഇൻഫിനിക്സിൻ്റെ നോഡ് 50X ആണ് ഇരിക്കുന്നത്. 8GB റാം 128GB റോമാണ് വരുന്നത്. ഡൈമൻസിറ്റി 7300 അൾട്ടിമേറ്റ് പ്രോസസ്സറാണ് ഇരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ ക്യാമറ പ്ലസ് AI ലെൻസും കാര്യങ്ങളൊക്കെ വരുന്ന ക്യാമറ സെറ്റപ്പാണ് ബാക്കിൽ വരുന്നത്. 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. 6.67 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രീമിയം, കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോമൻസ്, അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണാണ് നിങ്ങൾ ഈ ഒരു 10Kയിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഫോണാണ് മോട്ടോറോളയുടെ G35 എന്ന് പറയുന്ന മോഡൽ. 4GB റാമാണ് വരുന്നത്. അപ്പോൾ 128GB റോമാണ് വരുന്നത്. ബാക്ക് ക്യാമറയിൽ 50 മെഗാപിക്സലും അതോടൊപ്പം 8 മെഗാപിക്സലും സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. ഡിസ്പ്ലേ വരുന്നത് 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. കുറച്ച് ഈ ഒരു ടോപ്പ് ഫസ്റ്റിൽ ഞാൻ കൊടുക്കാൻ കാരണം ഈ ഫോണിൻ്റെ ഓവറോൾ നല്ല പെർഫോമൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു മോട്ടോറോള ഫോൺ കൊടുക്കാനും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് ഇനി വേണം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ 20Kൻ്റെ അകത്ത് വരുന്ന ഫോൺസിൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.